ഒരു വ്യക്തിയുടെ മെന്റൽ പീസിനെ കംപ്ലീറ്റ് തകർക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കൺവിൻസിങ് ആണ്. അത് ശരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ശരിയാണ് 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 എന്ന് സമർത്ഥിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ന്യായം എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കൺവിൻസിങ്ങിലോട്ട് നയിക്കാനായിട്ട് ഒരു കാരണം കണ്ടെത്തിയ ഒരു വ്യക്തി ഉണ്ടാവും അല്ലേ. അവർക്ക് നോർമലി അറിയാം നമ്മുടെ ഭാഗത്താണ് ശരി എന്നുള്ളത്. പക്ഷേ നമ്മളുടെ ഇങ്ങനെ മെന്റൽ പീസ് തകർക്കാനായിട്ട് ഈ ഒരു കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ പറയിക്കാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും അത് നമുക്ക് മനസ്സിലാവാത്തതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ശരിയാണ്, നമ്മളത് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളത് കണ്ടില്ലല്ലോ, അത് നമ്മളുടെ ഇൻവോൾവ്മെന്റ് അതിൽ ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരു സൈഡിൽ നിങ്ങളാണ് തെറ്റ് എന്ന് സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളായിട്ട് അത് അല്ല എന്ന് തെളിയിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് രണ്ടിൻ്റെയും ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വല്ലാത്ത മാനസികമായിട്ടുള്ള പ്രഷർ ആയിരിക്കും ഓരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. സോ നിർത്തേണ്ടത് ഈ കൺവിൻസിങ് ആണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്നായാൽ മതി, മറ്റുള്ളവരെ നന്നാക്കാനും നമ്മൾ പോകണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നല്ലതാണ് എന്ന് നമ്മൾ സമർത്ഥിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണ്ട. നമ്മൾ നല്ലതാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാലേ നമ്മുടെ സമയം പാഴാകും എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഗുണവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ഈ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് പല തരത്തിലുള്ള പട്ടികളൊക്കെ നിങ്ങളെ നോക്കി ഇങ്ങനെ കുരയ്ക്കാറുണ്ട്. അങ്ങനെ കുരയ്ക്കുന്ന എല്ലാ പട്ടികളോടും എന്താ ഇങ്ങനെ എന്നെ നോക്കി കുരയ്ക്കുന്നത്, ഇതെന്ത് കഷ്ടമാണിത്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ പട്ടിയോട് ചോദിക്കാറുണ്ടോ? അതുമല്ല, നിങ്ങൾ ഈ കുരയ്ക്കുന്ന എല്ലാത്തിനെയും കമ്പെടുത്തോ അല്ലെങ്കിൽ കല്ലെടുത്തോ എറിഞ്ഞ് ഓട്ടിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ ഡെസ്റ്റിനേഷനിൽ സമയത്ത് എത്താൻ പറ്റുള്ളൂ അല്ലേ. സമയത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പറയുന്നവരുടെ അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാത്തിനും പ്രതികരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾ എത്തേണ്ടടുത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ശരിയായ ഡെസ്റ്റിനേഷൻ ഒരു പക്ഷേ ഈ ഒരു സമയം കളയലിലൂടെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ലക്ഷ്യം മുന്നോട്ടാണ്. 4 ആയാലും നമ്മൾ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു അല്ലേ. ആ എഴുന്നേറ്റ സ്ഥലത്ത് നിന്ന് നമ്മൾ നടന്നു തുടങ്ങി. ഇനി നമ്മളുടെ ലക്ഷ്യം മുന്നോട്ട് തന്നെയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക, നല്ല നല്ല വ്യക്തികളിലേക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ചുരുക്കുക. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ആൾക്കാരുടെ എക്സ്പ്ലനേഷന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഒരു കുഴി വെട്ടി ഒരുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാവും. ശ്രദ്ധിക്കുക. വളരെ നന്നായി, വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരെയാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.